നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജൻ സൂരജ് പാർട്ടിയുടെ നേതാവും പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള ഇലക്ഷൻ സെഫോളജിസ്റ്റ് കൂടിയായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന സൂചന നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയാണ്. താൻ കാരണം മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഇത്തവണ ഉണ്ടാകുന്നത്. അത്രത്തോളം രാഷ്ട്രീയം മലീനസമാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. അതുകൊണ്ട് തന്നെ ഇവരെ പാഠം പഠിപ്പിക്കണമെങ്കിൽ വോട്ടുകൾ സ്പ്ലിറ്റാകാൻ പാടില്ല. OIC-യോടും അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികളോടും ആവശ്യപ്പെടുന്നത് ഇതേ കാര്യം തന്നെയാണ്. അട്ടിമറിയൊന്നും നടന്നില്ലെങ്കിൽ തീർച്ചയായും ഇത്തവണ തേജസ്വി അധികാരത്തിലേറുമെന്നും അതും മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നുമാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ പ്രഖ്യാപനം. 243-ൽ 150-ൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയെടുക്കാനുള്ള സാഹചര്യം ബീഹാറിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും 2015-ൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ ഒരു തുടർച്ച 2025-ലും ഉണ്ടാകും എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നതായും പ്രശാന്ത് കിഷോർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. 101 സീറ്റുകൾ വീതമാണ് JDU BJP അവിടെ സീറ്റുകൾ വീതം വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എന്നിവർക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട കാര്യം വൈരുദ്ധ്യങ്ങളാണ് NDAയിലുള്ളത്. ചിരാഗ് പാസ്വാനെ ഉൾക്കൊള്ളാൻ നിതീഷോ ഐക്യജനതാദളിനെ ഉൾക്കൊള്ളാൻ ചിരാഗോ തയ്യാറാകുന്നില്ല. പരസ്പരം പാരയും അള്ളുവെപ്പും. എന്നാൽ ഒരൊറ്റക്കെട്ടോടെ ഒരേ മനസ്സോടെ നീങ്ങുകയാണ് കോൺഗ്രസും RJDയും. അവർ ജയിച്ചേ തീരൂ. ബീഹാറിൽ ഒരു സുസ്ഥിര വികസനം ഉണ്ടാകണമെന്നാണ് ബീഹാറുകാരനായ താൻ ആഗ്രഹിക്കുന്നതെന്നും കൃത്യമായി പ്രശാന്ത് കിഷോർ പറയുകയാണ്. വലിയ അട്ടിമറികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നടത്താൻ ശ്രമിക്കുന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നും ഈ അട്ടിമറി ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനങ്ങളിലൂടെയും അല്ലാതെയും വിവരണാത്മകമായി പറഞ്ഞതെന്നും ഇതിൻ്റെ പിൻബലത്തിൽ ബീഹാറിലെ സാധാരണ വോട്ടർമാർ തിരിച്ചറിഞ്ഞ് അനുഭാവപൂർവ്വം വോട്ട് രേഖപ്പെടുത്തിയാൽ BJPക്ക് തകർച്ചയായിരിക്കുമെന്നും ഉറപ്പിക്കുകയാണ് പ്രശാന്ത് കിഷോർ. നമുക്കറിയാം, 2014-ൽ മോദി അധികാരത്തിലേറ്റുന്നതിന് രാഷ്ട്രതന്ത്രജ്ഞനായി കൃത്യമായ ചരടുവലികൾ പ്രശാന്ത് കിഷോർ നീക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ചു. ഇടക്കാലത്ത് പ്രശാന്ത് കിഷോർ ഐക്യജനതാദളിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ വരെ ആയിരുന്നു. എന്നാൽ നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകാൻ കാരണമായത്. ഐക്യജനതാദൾ യാദവ വിരുദ്ധ പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ യാദവർ BJPക്കോ ഐക്യജനതാദളിനോ വോട്ട് കൊടുക്കില്ലെന്നും അവരുടെ പൗരത്വം എടുത്തു കളയാൻ മുസ്ലിങ്ങളെ പോലെ അവരെയും ഭീഷണിപ്പെടുത്താൻ BJP ശ്രമിക്കുകയാണ്. പക്ഷേ അത് ലെവലേസം വില പോകില്ല എന്നും ഉറപ്പിക്കുകയാണ് പ്രശാന്ത് കിഷോർ.